സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യേ നമ. ശ്രീ ലളിതാത്രിപുരസുന്ദര്യൈ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളികപ്പുറം മേൽശാന്തി. ലളിതാ സഹസ്രനാമത്തിലെ 100 നാമങ്ങളുടെ അർത്ഥം നമ്മൾ അനുസ്മരിച്ചു കഴിഞ്ഞു. ഇനി 101-ാമത്തെ നാമമാണ്. ഓം മണിപൂരാന്തരുദിതായൈ നമ. മണിപൂരചക്രത്തിൻ്റെ അന്തർഭാഗത്ത് ഉദിക്കുന്നവൾ എന്നാണ് അർത്ഥം. അതായത് പൊക്കിൾക്കൊടിയുടെ സ്ഥാനമാണ് മണിപൂരകം എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അപ്പോൾ അത്യന്ത സൂക്ഷ്മമായിട്ടുള്ള മർമ്മസ്ഥാനമാണ് ഈ ഷഡാധാരങ്ങൾ എന്ന് നമുക്കറിയാലോ. അപ്പം മണിപൂര ചക്രത്തിൽ 10 ഇതൾ വിടർന്ന താമരപ്പൂവാണ് ഉള്ളത് എന്ന് നമ്മൾ അനുസ്മരിച്ചു. അപ്പോൾ സമയാചാര പൂജയിൽ സാധകന്മാർ ദേവീ വിഗ്രഹം ചാർത്തി അലങ്കരിക്കുമ്പോൾ മണിപൂരങ്ങൾ അഥവാ രത്നാഭരണങ്ങൾ അണിയിച്ചൊരുക്കുന്നത് ഈ ചക്രത്തിൽ വെച്ചാകയാൽ ഇതിന് മണിപൂര ചക്രം എന്ന് പറയണു എന്നൊരർത്ഥമുണ്ട്. അപ്പം മാനസപൂജയിൽ ദേവിയുടെ പൊക്കിക്കൊടിയെയും അവിടെ വിരിഞ്ഞു നിൽക്കുന്ന ദശകമലങ്ങളെയും ചാർത്തുന്ന രത്നാഭരണങ്ങളെയും സാധകന് വേണമെങ്കിൽ ഭാവന ചെയ്യാവുന്നതാണ് എന്ന് നമുക്കിത്തരത്തിൽ അനുസ്മരിക്കാം. ഇനി 102-ാമത്തെ നാമം. ഓം വിഷ്ണുഗ്രന്ഥി വിഭേദിന്യൈ നമ. വിഷ്ണുഗ്രന്ഥിയെ വിശേഷേണ ഭേദിക്കുന്നവൾ എന്നാണ്. അപ്പോൾ സൂര്യഖണ്ഡത്തിലെ അനാഘത ചക്രത്തിന് തൊട്ടു മുകളിലായിട്ടാണ് വിഷ്ണുഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. വന്യസൂര്യമയം ചക്രദ്വയം തേജോമയം മഹത് വിഷ്ണുഗ്രന്ഥിപതേനോക്തം തൈജസം സർവസിദ്ധിതം. അഗ്നി സൂര്യമയങ്ങളായ 2 ചക്രങ്ങളെ, അതായത് മണിപൂരകവും അനാഹതവും സർവസിദ്ധികളും പ്രദാനം ചെയ്യുന്ന തേജോമയമായ വിഷ്ണുഗ്രന്ഥി എന്നറിയപ്പെടണു എന്നാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ ആസ്ഥാനമാകയാൽ വിഷ്ണുഗ്രന്ഥി എന്നും പേര് വന്നു എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ വിഷ്ണുഗ്രന്ഥി ഭേദിച്ചുയരുന്ന കുണ്ടലിനീ ശക്തി സാധകന് അവാച്യമായിട്ടുള്ള ആനന്ദവും അത്ഭുതകരങ്ങളായിട്ടുള്ള സിദ്ധികളും പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. അവിടെ അതിൽ കുടുങ്ങിപ്പോയാൽ സാധകൻ ഒരിക്കലും ലക്ഷ്യത്തെ പ്രാപിക്കുകയില്ല എന്നും അത് അനുഭവസിദ്ധിയുള്ള ആചാര്യന്മാരുടെ താക്കീതായിട്ടും നമുക്ക് ഇവിടെ സ്വീകരിക്കാം എന്നുള്ളതാണ്. ഇനി 103-ാമത്തെ നാമം. ആജ്ഞാചക്രാന്തരാളസ്ഥായൈ നമ. ആജ്ഞാചക്രത്തിൻ്റെ അന്തരാളത്തിൽ, അതായത് മധ്യത്ത് സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ്. ഭൂമധ്യത്തിന് പിന്നിലാണ് ആജ്ഞാചക്രം അല്ലേ. അപ്പോൾ ഇരുദള പത്മം വിടരുന്ന സ്ഥാനമാണ് ആജ്ഞാചക്രം. ആ എന്ന ഉപസർഗത്തോടു കൂടിയ പദമാണ് ആജ്ഞ. ജ്ഞ എന്നാൽ അറിവ് എന്നാണ്. കുണ്ടലിനി ആജ്ഞാചക്രം കടന്ന സാധകന് എല്ലാ അറിവുകളും കരതലമാകും, അല്ലെങ്കിൽ ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ ആകും എന്നാണ് അതിനർത്ഥമായിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 104-ാമത്തെ നാമം. രുദ്രഗ്രന്ഥി വിഭേദിന്യൈ നമ. രുദ്രഗ്രന്ഥിയെ ഭേദിക്കുന്നവൾ എന്നാണ്. ആകാശതത്വം, മനസ്തത്വം ഇവയോട് കൂടിയിട്ടുള്ള വിശുദ്ധി ആജ്ഞാചക്രങ്ങളിൽ സർവമംഗളപ്രദമായ രുദ്രഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നു എന്നാണ്. അപ്പോൾ രുദ്രൻ്റെ ആസ്ഥാനമാകയാലാണ് ഗ്രന്ഥിക്ക് രുദ്രഗ്രന്ഥി എന്നുള്ള നാമം തന്നെ കിട്ടിയത്. അപ്പോൾ ശ്രീവിദ്യാചക്രം 4 ഖണ്ഡങ്ങളോട് കൂടിയതാണെന്നും അഗ്നിഖണ്ഡം, സൂര്യഖണ്ഡം, ചന്ദ്രഖണ്ഡം, കല എന്നുമാണ് അവ അറിയപ്പെടുന്നതെന്നുണ്ട്. അപ്പോൾ വാഗ്ഭവകൂടം, കാമരാജകൂടം അഥവാ മധ്യകൂടം, ശക്തികൂടം, തുരീയകൂടം എന്നാണ് മറ്റൊരു ക്രമം പറയുന്നത്. അപ്പോൾ അഗ്നിഖണ്ഡത്തെ ബ്രഹ്മഗ്രന്ഥിയായും സൂര്യഖണ്ഡത്തെ വിഷ്ണുഗ്രന്ഥിയായും ചന്ദ്രഖണ്ഡത്തെ രുദ്രഗ്രന്ഥിയായും വ്യവഹരിക്കണമെന്നാണ് നമ്മളിപ്പോൾ ഇത്ര നേരം മനസ്സിലാക്കിയത്. ഇനി പഞ്ചഭൂതാത്മകമായ ശരീരത്തിൻ്റെ ഉൽപ്പത്തി, നിലനിൽപ്പ്, തിരോധാനം ഇവയുടെയൊക്കെ സങ്കല്പമാണ് ബ്രഹ്മ വിഷ്ണു രുദ്രഗ്രന്ഥികളുടെ പ്രതീകാത്മകമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇനി 105-ാമത്തെ നാമം.
സഹസ്രാരാംബുജാരൂഢായൈ നമ. സഹസ്രാരാംബുജത്തിൽ ആരൂഢയായവൾ എന്നാണ്. സഹസ്രാരാംബുജം എന്ന് പറഞ്ഞാൽ സഹസ്രാര ചക്രം തന്നെയാണ്, അല്ലെങ്കിൽ സഹസ്രതല പത്മമാണ്. അപ്പോൾ ആജ്ഞാചക്രത്തിന് മുകളിൽ ബ്രഹ്മരന്ധ്രത്തിന് തൊട്ട് താഴെയാണ് സഹസ്രതല പത്മത്തിൻ്റെ സ്ഥാനം എന്ന് നമ്മൾ നേരത്തെ അനുസ്മരിച്ചിട്ടുണ്ട്. ഇനി 106-ാമത്തെ നാമം സുധാസാരാഭിവർഷിണ്യൈ നമ. സുധാസാരത്തെ, അതായത് അമൃതത്തെ വർഷിക്കുന്നവൾ, കോരിച്ചൊരിയുന്നവൾ എന്നൊക്കെയാണ് ആ നാമത്തിനർത്ഥം. അപ്പോൾ അമൃതം കഴിച്ചവരാണ് അമരന്മാർ അല്ലേ, അവർക്ക് പിന്നെ മരണമില്ല എന്നുള്ളതാണ്. അപ്പോൾ കുണ്ടലിനീ ശക്തി സഹസ്രാരത്തിലെത്തുമ്പോഴാണ് അമൃതവർഷം ഉണ്ടാകുന്നത് എന്നും ഈ അമൃത ഭുജിക്കുമ്പോഴാണ് അമരത്വം സിദ്ധിക്കുന്നത് എന്നും ഉള്ള സത്യം നമുക്കിവിടെ വെളിവായി കിട്ടുകയാണ്. അപ്പോൾ എത്രയോ ധൃകൃത ചക്രപരാക്രമികളായിട്ടുള്ള രാജാക്കന്മാരും പ്രഭുക്കന്മാരും ജീവിച്ച് മണ്ണടിഞ്ഞ് വിസ്മൃതരായി പോയിട്ടുണ്ട് ചരിത്രത്തിൽ അല്ലേ. എന്നാൽ ദേവിയുടെ സുധാസാരവർഷം നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാൾ പോലും വിസ്മൃതരാകുന്നില്ല എന്നുള്ളതാണ്. ഈ മണ്ണിൽ വിസ്മൃതരാവുകയുമില്ല അവർ. അപ്പോൾ അവർക്ക് മരണവുമില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഋഷി പരമ്പര തന്നെ. അപ്പോൾ അമൃതധാര ചൊരിയുന്ന ദേവിയുടെ പാദങ്ങൾ നമ്മളെ നിത്യതൃപ്തരാക്കട്ടെ എന്ന് തൈത്തിരീയ ബ്രാഹ്മണത്തിൽ പറയണു ഈ നാമത്തെക്കുറിച്ചിട്ട് എന്നുള്ളതാണ്. ഇനി 107-ാമത്തെ നാമം തടില്ലതാ സമരുച്യൈ നമ. തടില്ലത എന്ന് പറഞ്ഞാൽ മിന്നൽക്കൊടി എന്നാണ് അർത്ഥം. രുചി എന്ന് പറഞ്ഞാൽ ലാവണ്യം. അപ്പം മിന്നൽക്കൊടി പോലെ ലാവണ്യവതിയാണ്. വിദ്യുല്ലേഖേവ ഭാസ്വര എന്ന് ശ്രുതി പ്രമാണത്തിൽ പറയുന്നുണ്ട്. തൈത്തിരീയാരണ്യത്തിലാണ് അത് പറയുന്നത്. അപ്പോൾ മിന്നൽ പിണരിൻ്റെ കാന്തി കണ്ണിന് നേരിട്ട് താങ്ങാൻ ശക്തി പോരാന്നത് കൊണ്ടാണല്ലോ മിന്നൽ വരുമ്പോൾ നമ്മൾ കണ്ണടക്കണത് അല്ലേ. സ്വാഭാവികമായിട്ടും കണ്ണടഞ്ഞു പോകും. അതുപോലെ ദേവിയുടെ തേജസ്സം നേരിട്ട് നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് നമ്മുടെ കണ്ണഞ്ചിപ്പിക്കുന്നതാണ് എന്നാണ് ഈ നാമത്തിലൂടെ വെളിവാക്കുന്നത് എന്നുള്ളതാണ്. ഇനി 108-ാമത്തെ നാമം ഓം ഷഡ്ചക്രോപരി സംസ്ഥിതായൈ നമ. ഷഡാധാരങ്ങൾക്കും ഉപരിയായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ്. ഷഡാധാരങ്ങൾ എന്ന് പറഞ്ഞാൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഘതം, വിശുക്തി, ആജ്ഞ ഇല്ലേ. നമ്മൾ നേരത്തെ അതൊക്കെ അനുസ്മരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഷഡാധാരങ്ങൾക്കും ഉപരിയായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ്. ഇനി 109-ാമത്തെ നാമം ഓം മഹാസക്തിയൈ നമ. മഹത്തിൽ, അതായത് ഉത്സവത്തിൽ ആസക്തിയുള്ളവൾ എന്നാണ്. ആസക്തി എന്ന് പറഞ്ഞാൽ ആഭിമുഖ്യം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ മഹാശിവശക്തി വേളനമാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മഹസിലെ ശക്തിയോട് കൂടിയവൾ എന്നും ഈ നാമത്തിന് അർത്ഥം പറയാം. മഹസ് എന്ന് പറഞ്ഞാൽ തേജസ് എന്നാണ്. അപ്പോൾ ശക്തിയും ആസക്തിയും പ്രതിപത്തി തന്നെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ മഹത്തായ ആസക്തിയെ മഹാശക്തി. ആസക്തി എന്ന് പറഞ്ഞാൽ പ്രേമം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ സർവ്വവ്യാപകമായിട്ടുള്ള പ്രേമത്തോടു കൂടിയവൾ എന്നൊരു അർത്ഥം കൂടി കിട്ടുന്നു. അപ്പോൾ ശത്രുവിനോടും മിത്രത്തോടും ദുഷ്ടനോടും ശിഷ്ടനോടും ദേവിക്കുള്ള മഹത്തായ പ്രേമമാണ് ഇവിടെ താല്പര്യമായിട്ട് എടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അമ്മയുടെ സ്നേഹാമൃതം ആസ്വദിച്ച ഭക്തന്മാരായിട്ടുള്ളവർക്ക് ഇതിൻ്റെ അർത്ഥം വേഗം ഗ്രഹിക്കാനായിട്ട് കഴിയുന്നുള്ളതാണ്. അപ്പോൾ വിശ്വം നിറഞ്ഞൊഴുകുന്ന ആ പ്രേമഭാവന, സാക്ഷാൽ പരാശക്തിയുടെ ആ പ്രേമഭാവനയെക്കുറിച്ചിട്ടുള്ള വർണ്ണനയാണ് ഈ നാമത്തിലൂടെ വെളിവാക്കുന്നത് എന്നുള്ളതാണ്. ഈ 110-ാമത്തെ നാമം ഓം കുണ്ടലിന്യൈ നമ. കുണ്ടലാകൃതിയിൽ തിറയിട്ട് വർത്തിക്കുന്നവൾ എന്നാണ്. കുണ്ടലിനിയുടെ സ്വഭാവവും സ്ഥാനവും ഒക്കെ നമ്മൾ നേരത്തെ അനുസ്മരിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവശക്തിയുടെ പ്രത്യക്ഷ രൂപമായിട്ടുള്ള പ്രാണൻ്റെ തേജസ്സാണ് കുണ്ടലിനി എന്നാണ്. മൂലാധാരസ്യ വന്യാത്മാ തേജോ മധ്യേ വ്യവസ്ഥിത ജീവശക്തി കുണ്ടലാഖ്യ പ്രാണാകാരഥ തൈജസി എന്നാണ് തന്ത്രരാജൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ഈ കുണ്ടലിനി ശക്തിയെ പറയുന്നത്. ഇനി വാമകേശ്വര തന്ത്രത്തിലെ കുണ്ടലിനിയെ പറ്റി പറയുന്നത് വേറൊരു രീതിയിലാണ്. ഭുജംഗാകാരൂപേണ
മൂലാധാരം സമാശ്രിത ശക്തികുണ്ടലിനീ നാമ ബിസതന്തു നിഭാശുഭ എന്നാണ്. അപ്പോൾ കുണ്ടലിനി ശക്തിയുടെ രൂപവും ഭാവവും ആശ്രയസ്ഥാനവുമാണ് ഇവിടെ ഈ രണ്ട് ശ്ലോകങ്ങളിലൂടെ വർണ്ണിച്ചത്. അപ്പോൾ ബിസതന്തു നിഭ എന്ന് പറഞ്ഞാൽ താമരനൂലിന് തുല്യം എന്നാണ്. ഭുജംഗം എന്ന് പറഞ്ഞാൽ പാമ്പാണ്. ആശുഭ എന്ന് പറഞ്ഞാൽ മിന്നൽപ്പിണറാണ്. അപ്പോൾ ശിരസിലെ ബ്രഹ്മരന്ധ്രവുമായിട്ട് സംയോജിപ്പിച്ചിരിക്കുന്ന സുഷ്മനയുടെ താഴത്തെ അറ്റത്തെ മൂലാധാരപത്മത്തിലെ അല്ലി നുകർന്ന് കൊണ്ട് സർപ്പാകൃതിയിലെ വാല് വായ്ക്കുള്ളിലാക്കി താമരനൂല് പോലെ സൂക്ഷ്മവും മിന്നൽ പിണർ പോലെ ജാജ്വല്യമാനവുമായ കുണ്ടലിനി ശയിക്കുന്നു എന്നാണ്. അപ്പോൾ വാമകേശ്വരതന്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ തുടർന്ന് അതിനെപ്പറ്റി പറയുന്നത്, പത്മാസനസ്ഥിതിയായിട്ടുള്ള യോഗി മൂലബന്ധം ചെയ്ത് കുംഭകത്തിൽ മനസ്സുറപ്പിച്ച് പ്രാണനെ ഊർധ്വമുഖമാക്കണം എന്ന് പറയുന്നു. അപ്പോഴാണ് ശ്വാസനിരോധം കൊണ്ട് സ്വാധിഷ്ഠാന ചക്രത്തിലെ അഗ്നി ജ്വലിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അഗ്നിയുടെയും വായുവിൻ്റെയും സമ്മർദ്ദത്താൽ മൂലാധാരത്തിൽ വസിക്കുന്ന സർപ്പരാജ്ഞിയായിട്ടുള്ള കുണ്ടലിനി ഞെട്ടി ഉണരുന്നു എന്നാണ്. അപ്പോൾ ബ്രഹ്മാവിഷ്ണു രുദ്രഗന്ധികളോടൊപ്പം ഷഡാധാരങ്ങളെയും ഭേദിച്ച് സഹസ്രാരവർമ്മത്തിലെത്തി ശിവനുമായിട്ട് ഐക്യം പ്രാപിക്കുന്നു എന്നാണ്. ആ അവസ്ഥയാണ് പരമമായിട്ടുള്ള ജ്ഞാനം എന്നാണ്. അതുതന്നെയാണ് നിർവൃതിക്കുള്ള കാരണവും എന്ന് പറയണു. അപ്പോൾ നിർവൃതി ശബ്ദം മോക്ഷാർത്ഥത്തിലാണ് ഇവിടെ എടുക്കേണ്ടത് എന്നുള്ളതാണ്. പരമലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജീവൻ്റെ മോക്ഷം തന്നെയാണല്ലോ. ഇനി തന്ത്രരാജൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: സുഷ്മനാ മധ്യദേശേ സ യഥാ കർണദ്വയസ്യതു വിധായന ശൃണോത്യേനം ധ്വനിം തസ്യ തഥാമൃതി എന്നാണ്. ഇരു ചെവികളും അടച്ചു പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് എപ്പോഴാണോ സദാ ചീറ്റിക്കൊണ്ടിരിക്കുന്ന കുണ്ടലിനിയുടെ ഭൂൽക്കാര ശബ്ദം കേൾക്കാൻ കഴിയാതാകുന്നത്, അപ്പോൾ അവൻ ആസന്നമരണനായിത്തീരുന്നു എന്ന് തന്ത്രരാജ ഗ്രന്ഥത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഉത്തിഷ്ഠത വാ സ്വപ്ത അഗ്നി മിച്ഛത ഭാരത എന്നാണ്. അപ്പോൾ വാസകന്മാരെ ആലസ്യം വിട്ടുണരൂ, അഗ്നിയെ ജ്വലിപ്പിക്കൂ എന്ന് അരുണോപദേശത്തിലും ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അപ്പോൾ ഭാരതി, സരസ്വതി, വിദ്യ, ശ്രീവിദ്യ എന്നൊക്കെയുള്ള താല്പര്യം ശ്രീവിദ്യോപാസകന്മാരെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഭാരത എന്ന് സംബോധന ചെയ്യുന്നതും അവരെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അഗ്നികുണ്ടലിനിയെ ഉണർത്തി സൂര്യകുണ്ടലിനിയോട് യോജിപ്പിച്ച് ചന്ദ്രമണ്ഡലത്തിലെത്തി ശിവശക്തി സംഗമത്താൽ അമൃതധാര തൊരിഞ്ഞ് 72,000 നാഡീഞരമ്പുകളെയും കുളിർപ്പിച്ച് യോഗി പരിനിർവ്വതനായിത്തീരുന്നു എന്ന് ശുക്രസംഹിതയിൽ പറയുന്നു. അപ്പോൾ കുണ്ടലിനി ശൃംഗാടക സ്വരൂപിണിയാണെന്ന് ദേവീപുരാണത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ശൃംഗാടകം എന്ന് പറഞ്ഞാൽ മുക്കോണാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇവ 3 കോണുകളാണ്. അപ്പോൾ ഈ 3 ശക്തികളോടും കൂടിയവളാണ് കുണ്ടലിനി എന്ന് ധരിക്കണം എന്നാണ്. അപ്പോൾ വാഗ്ഭവബീജത്തിനും കുണ്ടലിനി എന്ന് പേരുള്ളതായിട്ട് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിൽ പ്രാണികളിലെ ജീവശക്തിയാണ് കുണ്ടലിനി. ചുരുണ്ട് ഉറങ്ങുന്ന ഒരു പെൺപാമ്പിൻ്റെ ആകൃതിയിൽ നട്ടെല്ലിൻ്റെ കീഴ്ഭാഗത്ത് ഈ ശക്തി സ്ഥിതി ചെയ്യുന്നുവെന്നും ധ്യാനത്താലും ഗുരുകൃപയാലുമാണ് ഈ ശക്തി ഉണരുന്നത് എന്നും ഉണർന്നാൽ ശിരസിൽ കൊടികൊള്ളുന്ന ആൺപാമ്പിനെ കാണാനുള്ള വ്യഗ്രതയോടെ നട്ടെല്ലിലെ സുഷ്മനയിൽ കൂടി ആ ശക്തി മുകളിലേക്ക് കുതിക്കണമെന്നൊക്കെ നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ സുഷ്മനയിലെ ഓരോ ആധാരവും ചെറു സുഷിരം പോലെയാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരു ആധാരത്തിൽ നിന്നും മറ്റേ ആധാരത്തിലേക്ക് കുണ്ടലിനി കുതിക്കുമ്പോൾ ശരീരത്തിൽ പല മാറ്റങ്ങളും നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. ശരീരാസകലം നീറ്റൽ അനുഭവപ്പെടുന്നു പറയുന്നു. അതായത് മുളക് തേച്ച് അതുപോലെയുള്ള പ്രതീതി, ശരീരം അങ്ങനെ ചുട്ടുപഴുക്കെന്ന് പറയുന്നു. പലപ്പോഴും രോമാഞ്ചം ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നു. ശരീരമാസകലം, അതായത് രോമകൂപങ്ങളിൽ നിന്നും വിയർപ്പ് പോലെ വെള്ളം കിനിയും എന്നാണ്. ചിലപ്പോൾ ജലസ്രാവം തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ വന്യപ്രാകാരത്തിനുള്ളിൽ ഇരിക്കുന്ന അവസ്ഥയാണിതെന്ന് നമുക്ക് ഊഹിക്കാലോ.
ചില അവസ്ഥകളിൽ രോമകൂപങ്ങളിലൂടെ രക്തം പോലും പുറത്തു വരുന്നു എന്നും പറയണു. അപ്പോൾ ശരീരം മെലിഞ്ഞ് എല്ലുപോലെയാകും ഈ അവസരത്തിൽ എന്നാണ്. ഇതെല്ലാം ആദ്യമായിട്ട് അനുഭവിക്കുന്ന സാധകൻ ഇതെല്ലാം കണ്ട് ഒരുപക്ഷെ ഭയന്നേക്കാം എന്നുള്ളത് കൊണ്ടാണ് ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ കുണ്ടലിനി ധ്യാനം നടത്താൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളതിൻ്റെയും കാരണം മറ്റൊന്നായിരിക്കാൻ വഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ആധാരത്തിലും എത്തുന്ന കുണ്ടലിനി ശക്തി ആ ആധാരത്തെ പാകപ്പെടുത്തിയ ശേഷം തൊട്ട് മുകളിലത്തെ ആധാരത്തിലെത്തുന്നു എന്നാണ്. ഇങ്ങനെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നുള്ള 6 ആധാരങ്ങളും കടന്ന് കുണ്ടലിനി ശക്തി സഹസ്രദള പത്മത്തിലെത്തുന്നു എന്നാണ്. അപ്പോൾ സഹസ്രദള പത്മത്തിലെത്തിയാൽ പിന്നെ ശരീരം തണുക്കുക ചെയ്യുന്നത്. ശരീരം മുഴുവൻ അമൃതവർഷം ഉണ്ടാകുന്നതുകൊണ്ട് ശരീരം നല്ല ശീതളിമയാവുന്നു എന്നാണ്. പിന്നെയുള്ളത് പഴയ ശരീരമല്ല എന്നുള്ളതാണ്. ആത്മശക്തി നിറഞ്ഞ ഒരു പുതിയ ശരീരമാണ് പിന്നെ നമുക്ക് ഉണ്ടാവുക എന്നുള്ള ഒരു യോഗചര്യയുടെ വിശുദ്ധി ഭാവങ്ങളെക്കുറിച്ചിട്ടൊക്കെ ആ നാമത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഈ 111 നാമം ഓം വിസതന്തുധനീയസ്യൈ നമഃ. താമരനൂല് പോലെ മൃദുലയും ലോലയുമായവൾ, അതായത് സൂക്ഷ്മരൂപിണിയായവൾ എന്നാണ് അർത്ഥം. അപ്പോൾ ശക്തി കുണ്ടലിനി നാമ വിസതന്തു നിഭാശുഭ എന്നാണ് വാമകേശ്വര തന്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. അതായത് മനോഹാരിണിയും താമരനൂല് പോലെ കൃശയുമായ കുണ്ടലിനി എന്ന ശക്തി സർപ്പരൂപത്തിൽ മൂലാധാരത്തിൽ വസിക്കുന്നു എന്നാണ്. അപ്പോൾ നെൽപ്പാമ്പ് പോലെ നേർത്തതും കുങ്കുമ നിറമുള്ളതും പ്രകാശമാനവുമായ പരമാണു സദൃശ്യവുമായ എന്നാണ് കുണ്ടലിനിയെ പറ്റിയിട്ട് തൈത്തരീയ ആരണ്യകം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെയൊക്കെ അർത്ഥത്തിലാണ് താമരനൂല് പോലെ മൃദുലയും ലോലയുമായവൾ അല്ലെങ്കിൽ സൂക്ഷ്മരൂപിണിയായവൾ അർത്ഥം വരുന്നത്. ഇനി 112 നാമം ഓം ഭവാന്യേ നമഃ. ഭവൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. അപ്പോൾ ശിവൻ്റെ ഭഗ്നി ഭവാനി എന്നാണ്. ഇതിൽ നമ്മുടെ പ്രിയപ്പെട്ട കവിയായിട്ടുള്ള കാളിദാസൻ അഭിജ്ഞാനശാകുന്തളത്തിൽ സൂത്രധാരനെ കൊണ്ട് പറയിക്കുന്ന ഒരു രംഗമുണ്ട്. ഇത്തരണത്തിൽ അതൊന്ന് നമുക്ക് അനുസ്മരിക്കുന്ന അല്ലാന്ന് തോന്നുന്നു. യാ സൃഷ്ടുരാദ്യ വഹതി വിധിഹുതം യാ ഹവിർയാ ജഹോത്രി യേ ദ്വേ കാലം വിധത്ത ശ്രുതിവിഷയഗുണായാസ്ഥിതാ വ്യാപ്യ വിശ്വം യാമാഹു സർവബീജ പ്രകൃതിരിയയാ പ്രാണീന പ്രാണവന്ത പ്രത്യക്ഷാഭിപ്രപന്നസ്തനുഭിരവധൂ വസ്താഭിരഷ്ടാഭിരീശ്വ എന്നാണ്. ജലം, അഗ്നി, ചേതനൻ, സൂര്യൻ, ചന്ദ്രൻ, ആകാശം, ഭൂമി, വായു, ഇങ്ങനെ പ്രത്യക്ഷങ്ങളായിട്ടുള്ള 8 ശരീരങ്ങളോട് കൂടിയ ശിവൻ നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ ജലമയ സ്വരൂപത്തോടു കൂടിയ ശിവനെ ഭവൻ എന്ന് വിളിക്കുന്നു എന്നാണ്. അപ്പോൾ ഭവശബ്ദത്തിന് സംസാരം, മന്മഥൻ എന്നൊക്കെ കൂടി അർത്ഥമുണ്ടെന്ന് ദേവീപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനാൽ ചൈതന്യം പകരുന്നവൾ എന്നും ഇതിന് അർത്ഥം കൊടുക്കാമെന്നാണ്. അപ്പോൾ ഭവാനി എന്നുള്ള അർത്ഥത്തിൽ ചൈതന്യം പകരുന്നവൾ എന്നൊരർത്ഥം കൂടി ഉണ്ട്. അപ്പോൾ സൗന്ദര്യലഹരിയിലെ ആചാര്യസ്വാമി പറയുന്നത് മറ്റൊരു രീതിയിലാണ്. ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാ ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതിയ തദൈവ ത്വം തസ്മൈ ദിശതി നിജ സായുജ്യപദവിം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നിരാജിതപദാം. ദേവി ഭവാനി, അവിടുന്ന് ദാസനായ എന്നിൽ കരുണാകടാക്ഷം ചൊരിയണമേ എന്ന് സ്തുതിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ ഭവാനിത്വം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവിടുന്ന് ആ ഭക്തന് വിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയവരാൽ സ്വന്തം കിരീടങ്ങൾ താഴ്ത്തി
നീരാഞ്ജന പൂജ ചെയ്യപ്പെടുന്ന അവിടുത്തെ പരമപദം തന്നെ നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ്. ഭവാനിത്വം എന്നതിന് അഹം ത്വം ഭവാനി, ഞാൻ അവിടുന്നാകുന്നു എന്നുള്ളൊരർത്ഥവും കൂടി നമുക്ക് കൽപ്പിക്കാവുന്നതാണ് എന്ന് ആചാര്യസ്വാമികൾ പറയുന്നു. അപ്പോൾ ഭക്തൻ ഉദ്ദേശിക്കാത്ത പരമപദം തന്നെ കാരുണ്യശാലിയായ ദേവി കനിഞ്ഞരുളുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഭക്തൻ്റെ അപേക്ഷ അല്പം ഫലം അതുല്യം അമേയം അനിച്ഛായഭി സംസ്പൃഷ്ടോ ദഹത്യേ വഹിപ്പാവക എന്നാണല്ലോ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി 113 നാമമാണ് ഭാവനാഗമ്യായേ നമ. ഭാവനയിലൂടെ പ്രാപിക്കപ്പെടാൻ കഴിയാത്തവൾ. ഭാവന അധികം അഗമ്യ, ഭാവനാഗമ്യ. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്നാണ് ശ്രുതിവചനം തന്നെ. അപ്പോൾ അവിടെ നിന്നും ആ പരമാർത്ഥ വസ്തുവിൽ നിന്നും പരാശക്തിയിൽ നിന്നും മനസ്സിനോടൊപ്പം വാക്കും പിൻവാങ്ങുന്നു എന്നാണ് അതിനർത്ഥം ശ്രുതിവാക്യത്തിൻ്റെ. അപ്പോൾ ഭാവന എന്ന് പറഞ്ഞാൽ കർമ്മമാർഗമാണ്, ഗമ്യ എന്ന് പറഞ്ഞാൽ പ്രാപിക്കാൻ കഴിയുന്നവൾ എന്നാണ്. അപ്പോൾ കർമ്മമാർഗം കൊണ്ട് മനഃശുദ്ധി തേടി ദേവിയെ പ്രാപിക്കാമെന്ന് മറ്റൊരർത്ഥം കൂടി ഈ നാമത്തിന് നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി ശാക്തേയ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്ന 2 തരം യോഗങ്ങളാണ് ഈ ഭാവനായോഗവും കുണ്ടലിനി യോഗവും. അപ്പോൾ ഇതിലൂടെ പ്രാപിക്കാൻ കഴിയുന്നവൾ ഭാവനാഗമ്യ എന്ന് നമുക്ക് അർത്ഥമായിട്ടെടുക്കാം. മന്ത്രജപം, പ്രാണായാമം തുടങ്ങിയവയുടെ സഹായത്തോടെ ബുദ്ധിപരമായ ധ്യാനത്തിലൂടെയുള്ള സമാധിയാണ് ധ്യാനയോഗം എന്ന് വരുന്നു. അപ്പോൾ കുണ്ടലിനി ശക്തിയെ സഹസ്രാരചക്രത്തിലെ ശുദ്ധചൈതന്യമായിട്ട് സംയോജിപ്പിക്കുന്ന യോഗ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ കുണ്ടലിനി യോഗം എന്നാണ്. അപ്പോൾ ഭാവന അധികം ഗമ്യ, ഭാവനാഗമ്യ. ഭാവന എന്ന് പറഞ്ഞാൽ വിധിപ്രകാരമുള്ള അല്ലെങ്കിൽ ഗുരുപദേശപ്രകാരമുള്ള ശാക്തേയ ധ്യാന സമ്പ്രദായമാണ്. അപ്പം ഇതിലൂടെ പ്രാപിക്കപ്പെടുന്നവൾ ഭാവനാഗമ്യ എന്ന് കൂർമ്മപുരാണത്തിൽ ഭാവനയ്ക്ക് 3 വിഭാഗം ഉണ്ടെന്നാണ് പറയുന്നത്. ബ്രാഹ്മി ഭാവന, മാഹേശ്വരി ഭാവന, അക്ഷരഭാവന, അങ്ങനെ ഉണ്ടെന്നാണ് കൂർമ്മപുരാണത്തിൽ പറയണത്. അപ്പോൾ അർത്ഥഭാവന, ശബ്ദഭാവന എന്നും ഭാവനയെ 2ആയിട്ട് പറയുന്നുണ്ട്. ഇവയിലൂടെ പ്രാപിക്കാൻ കഴിയുന്നവൾ ഭാവനാഗമ്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശങ്കരാചാര്യസ്വാമികൾ ഗീതയുടെ ഭാഷത്തിൽ ഭാവനയെ നിർവചിക്കുന്നത് ഭാവന ആത്മജ്ഞാനാഭിനിവേശ എന്നാണ്. അപ്പോൾ ഉപാസന ഏത് പ്രകാരമായിരുന്നാലും അതിൻ്റെ പരിണാമം ആത്മജ്ഞാനത്തിന് വേണ്ടിയുള്ള അഭിനിവേശത്തിൽ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭാവനയ്ക്ക് മറ്റൊരു വിഭാഗമുണ്ട് എന്ന് പറയുന്നു. സകളം, നിഷ്കളം, സകള നിഷ്കളം, മൂലാധാരം മുതൽ ആജ്ഞാചക്രം വരെയുള്ള ഭാവന സകളവും മഹാബിന്ദുവിലുള്ള ഭാവന നിഷ്കളമാണെന്നാണ് തന്ത്രവിധിയിലെ ഇന്ദു മുതൽ ഉന്മിനി വരെയുള്ള ഭാവന സകള നിഷ്കളവും എന്ന് ഭാസ്കരരായരും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ത്രിവിധ ഭാവനകളാലും പ്രാപിക്കപ്പെടാവുന്ന ശക്തിയെ ഭാവനാഗമ്യ എന്ന് വിളിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 114 നാമം ഭവാരണ്യകുഠാരികായൈ നമ. സംസാരമാകുന്ന വനത്തിന് മഴുവായി തീർന്നവൾ എന്നാണ് നാമത്തിനർത്ഥം. ഭവം എന്ന് പറഞ്ഞാൽ സംസാരമാണ്, അരണ്യം എന്ന് പറഞ്ഞാൽ വനാണ്, കുഠാരിക എന്ന് പറഞ്ഞാൽ മഴുവാണ്. അപ്പോൾ ഭവാരണ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യാകൃതമല്ല അല്ലേ, കാടിൻ്റെ സ്വഭാവം അതൊരു വ്യക്തി സൃഷ്ടിക്കുന്നതല്ല എന്നുള്ളതാണ്. കാലേ കാലേ ഛിദ്യതേ രുഹ്യതേജ എന്ന് ഭാസൻ എന്ന് പറയുന്ന സംസ്കൃത എഴുത്തുകാരൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ വനം കാലാകാലങ്ങളിൽ മുറിച്ചു മാറ്റിയാലും വീണ്ടും വീണ്ടും വളരുന്നു എന്നുള്ളതാണ്. അതുപോലെയാണ് വാസനയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വൈരാഗ്യം ഉദിച്ച് ഉപാസനയും ധ്യാനവും ജപവും കൊണ്ട് ചിലപ്പോൾ ഫലസിദ്ധി ഉണ്ടായി എന്ന് വന്നേക്കാം. അപ്പോൾ വാസനയുടെ വേര് ശേഷിച്ചാൽ എന്താ സംഭവിക്കുക, വീണ്ടും അതിൽ നിന്ന് മുള പൊട്ടിത്തളിർക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സന്യാസി പൂച്ചയെ വളർത്തിയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ആചാര്യസ്വാമികൾ പറഞ്ഞു വച്ചിട്ടുള്ളത് എങ്ങനെയാണ്? പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം, ഇഹ സംസാരേ ഖലുദുസ്താരേ കൃപയാ പാരേ പാഹിമുരാരേ എന്നാണ് മോഹമുദ്ഗരം എന്നുള്ള
ആ ഗ്രന്ഥത്തിലെ ആചാര്യസ്വാമികൾ പ്രാർത്ഥിക്കുന്നത് തന്നെ. അപ്പോൾ ഗഹനവും അന്ധകാരപൂർണവും ഹിംസ്രജന്തു പരീതവുമായിട്ടുള്ള സംസാരവനത്തിൻ്റെ വേരറക്കുന്ന, അതായത് ഇനി മുള പൊട്ടി വരാൻ സാധ്യമാകാത്ത മട്ടിൽ ഉന്മൂലനാശം വരുത്തുന്ന വെൺമഴുവാണ് ദേവി എന്ന് ആ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ കുഠാരിക എന്നുള്ള പ്രയോഗം ധ്വന്യാത്മകമാണ് എന്നാണ്. ചെറിയ കുഠാരം എന്ന് പറഞ്ഞാൽ കൈക്കോടാലിയാണ് അല്ലേ. അപ്പോൾ അനായാസം വെട്ടിക്കളയാൻ ഉപയോഗിക്കുന്നതാണ് കൈക്കോടാലി. ദേവിയെ പ്രീതിപ്പെടുത്തി ഭവദുഃഖത്തിൽ നിന്നും മോചനം നേടാനായിട്ട് താരതമ്യേന ക്ഷിപ്രസാധ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അനായാസം ഭൗതികവും അഭൗതികവുമായിട്ടുള്ള എല്ലാ സമ്പത്തുക്കളും നൽകാൻ അമ്മയെ ഭജിക്കുകയാണ് എളുപ്പമാർഗമെന്ന് നമുക്ക് കൂടുതൽ ഈ നാമത്തിലൂടെ വ്യക്തമാക്കി തരികയാണ്. ഇനി 115 നാമം ഭദ്രപ്രിയായേ നമ. സകല മംഗളങ്ങളും ഇഷ്ടപ്പെടുന്നവളും സകല മംഗളങ്ങളെയും പ്രദാനം ചെയ്യുന്നവളുമാണ് ദേവി, അഥവാ ശിവന് പ്രിയമുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ഇവിടെ ഭദ്ര എന്നുള്ള ശബ്ദത്തിന് നിരവധി അർത്ഥങ്ങളുണ്ട്. ശിവൻ, മേരു, മംഗളം ആനവർഗത്തിലെ ഒരു വിശിഷ്ടവർഗമാണ്. അതേപോലെ ക്ഷേമം, സമൃദ്ധി, ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഭദ്രാശബ്ദത്തിനുണ്ട്. അപ്പോൾ ഇവയോടെല്ലാം പ്രിയമുള്ളവൾ എന്ന് നമുക്ക് പൊതുവായിട്ടൊരർത്ഥമായിട്ട് എടുക്കാം. ഇനി മേരുദണ്ഡം എന്നത് നട്ടെല്ലാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ സുഷ്മനാ നാഡി മേരുദണ്ഡത്തിലൂടെയാണല്ലോ ചന്ദ്രമണ്ഡലം വരെ എത്തണത്. അപ്പം അതിന് സഹായിക്കുന്ന, അതായത് മേരുദണ്ഡം ദേവിക്ക് പ്രീതികരം തന്നെ എന്നാണ്. അപ്പോൾ ഭദ്രൻ എന്നുള്ള ആനവർഗത്തെ ഇഷ്ടപ്പെടുന്നവളാണ് ദേവി എന്ന് വേറൊരർത്ഥം. അപ്പോൾ ദേവിയുടെ സേനയിൽ ആനപ്പടയുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥവും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഇനി 116 നാമം ഓം ഭദ്രമൂർത്തിയേ നമ. ഭദ്രമായ അല്ലെങ്കിൽ മംഗളകരമായ മൂർത്തിയോട് കൂടിയവൾ, അഥവാ ഭദ്രയുടെ രൂപം ധരിച്ചവൾ എന്നൊക്കെയാണ് നാമത്തിന് അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ മൂർത്തി എന്ന് പറഞ്ഞാൽ രൂപം എന്നാണ്. അപ്പോൾ ദേവി ഭദ്രകാളിയായിട്ട് അവതരിച്ച് ദാരികനെ നിഗ്രഹിച്ചു എന്ന് പുരാണം പറയുന്നുണ്ടല്ലോ. മംഗളാനാംജ മംഗളം എന്നല്ലേ ദേവിയെ പറ്റി വിശേഷിപ്പിക്കാറ് തന്നെയുള്ളത്. ബ്രഹ്മതൻ മംഗളം വിദു എന്നും പറയാറുണ്ട്. ആ മംഗളം ബ്രഹ്മം തന്നെയാണ് എന്നും വിഷ്ണു പുരാണത്തിൽ പറയുന്നു. അപ്പോൾ ബ്രഹ്മസ്വരൂപിണി എന്നും ദേവിക്ക് ഒരു നാമമുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഇനി 117 നാമം ഓം ഭക്തസൗഭാഗ്യദായിന്യൈ നമ. ഭക്തന്മാർക്ക് സൗഭാഗ്യത്തെ ദാനം ചെയ്യുന്നവൾ എന്നാണ് നാമത്തിനർത്ഥം. അപ്പോൾ സുഭഗ എന്നുള്ളത് ലളിതാദേവിയുടെ മറ്റൊരു നാമമാണ്. സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഗുണങ്ങളാണ്. അത് തുടർന്ന് വരുന്ന നാമങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദേവി ദേവകാര്യ സമൃദ്ധതയാണെന്ന് നമ്മൾ നേരത്തെ അനുസ്മരിച്ചു. അപ്പോൾ ദേവന്മാർക്ക് മാത്രമല്ല ഭക്തന്മാർക്കും സൗഭാഗ്യം നൽകുന്നതിൽ ഉദാരതയാണ്, അല്ലെങ്കിൽ ഉദാരയാണ് ദേവി എന്ന് നമുക്ക് ഈ നാമത്തിലൂടെ അർത്ഥമായിട്ടെടുക്കാം. അപ്പോൾ രോഗിക്ക് രോഗശാന്തിയും നിർധനന് ധനലാഭവും ജിജ്ഞാസുവിന് ജ്ഞാനവും തന്നെയാണ് സൗഭാഗ്യം എന്നുള്ളത് കൊണ്ട് അതെല്ലാം നൽകുന്നവളാണ് ദേവി എന്ന് ഈ നാമത്തിലൂടെ അർത്ഥമായിട്ട് വരുന്നു. ഇനി 118 നാമം ഓം ഭക്തിപ്രിയായൈ നമ. ഭക്തി പ്രിയമായവൾ എന്നാണ്, അല്ലെങ്കിൽ ഭക്തി കൊണ്ട് പ്രിയമുളവാകുന്നവൾ എന്നർത്ഥം കൊടുക്കാം. അപ്പോൾ സാത്വസ്മിൻ പരമപ്രേമരൂപ അമൃതസ്വരൂപാജ അനിർവചനീയം പ്രേമസ്വരൂപം ഗുണരഹിതം കാമനാരഹിതം പ്രതീക്ഷണ വർദ്ധമാനം അവിഛിന്നം സൂക്ഷ്മതരം അനുഭവരൂപം എന്നൊക്കെ ഭക്തിയെക്കുറിച്ച് നാരദ ഭക്തി സൂത്രത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഭക്തിസൂത്രം ഭക്തിയെ പറ്റിയിട്ടുള്ള ആധികാരിക ഗ്രന്ഥം എഴുതിയത് തന്നെ ഭക്തോത്തമനായിട്ടുള്ള നാരദ മഹർഷിയാണ്. അപ്പോൾ സപരാനുരക്തീരീശ്വരേ എന്ന് ശാണ്ഡില്യൻ്റെ ഭക്തിമീമാംസ എന്നുള്ള സൂത്രത്തിലും കാണുന്നുണ്ട്. അപ്പോൾ ഈശ്വരനോടുള്ള അനുരാഗമാണല്ലോ ഭക്തി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്വയം മറന്നുള്ള ഒരു തരം ചിത്തലയമാണ് ഭക്തി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ
സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതയെന്ന് ശ്രീശങ്കരാചാര്യസ്വാമികളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭക്തി രണ്ട് പ്രകാരമുണ്ട് എന്നാണ്. മുഖ്യഭക്തി, പിന്നൊന്ന് ഗൗണഭക്തി എന്നാണ്. അപ്പം നിരന്തരമുള്ള ഭക്തി അല്ലെങ്കിൽ ശൈഥില്യമില്ലാത്ത ഭക്തിയാണ് മുഖ്യഭക്തി എന്ന് പറയുന്നത്. ശാസ്ത്രപ്പടിയായിട്ടുള്ള അനുഷ്ഠാന ഭക്തിയാണ് ഗൗണഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ മുഖ്യഭക്തിക്ക് പരാഭക്തി എന്നും പറയാറുണ്ട്. അപ്പോൾ ഗരുഡപുരാണത്തിൽ ഇതിനെപ്പറ്റി പറയുന്നത്, ആർക്കാണോ ഭക്തിയുള്ളത് അവൻ മ്ലേച്ഛനാണെങ്കിൽ കൂടി ബ്രാഹ്മണോത്തമനാവുന്നു എന്നാണ്. അവൻ സന്യാസിയും ഐശ്വര്യവാനും തപസിയും പണ്ഡിതനുമാവും. ഭക്തിയുടെ ലക്ഷണം സേവയാണ് എന്നാണ്. അപ്പോൾ മാനവസേവ മാധവസേവ എന്ന് നമ്മൾ ധരിച്ചു വച്ചിട്ടുള്ളത് പോലെ തന്നെ സാധുക്കളോടുള്ള കരുണയാണ് ഈശ്വരനോടുള്ള കടമ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. ഇപ്പോൾ ശ്രവണം, കീർത്തനം, നാമസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് നവവിധ ഭക്തികൾ ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനും പുറമെ പ്രേമഭക്തി, വാത്സല്യഭക്തി, ശാന്തഭക്തി, പിന്നെ മധുരഭക്തി, ദാസ്യഭക്തി എന്നൊക്കെ ഭക്തിയെ മഹാത്മാക്കൾ ഒരുപാട് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം എല്ലാവിധ ഭക്തിയും ഭക്തിയിലും പ്രിയമുള്ളവളാണ് ദേവി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ ഭക്തിക്കും ദേവി പ്രിയപ്പെട്ടവളാണ് എന്നൊക്കെ ആ നാമത്തിലൂടെ അർത്ഥമായിട്ട് നമുക്ക് ലഭിക്കുന്നു. ഇനി 119 നാമം ഓം ഭക്തിഗമ്യായേ നമഃ. ഭക്തി കൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവൾ എന്നാണ്. അപ്പോൾ ദേവിയെ പ്രാപിക്കാൻ സ്ഥാനവലിപ്പമോ പ്രഭുതയോ ജാതിമേന്മയോ വംശബലമോ അല്ലെങ്കിൽ ധനസമൃദ്ധിയോ വിജ്ഞാന ഗൗരവമോ കൊണ്ടൊന്നും ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. അവ്യാജമായിട്ടുള്ള ഭക്തി അതൊന്ന് മാത്രമാണ് ദേവിക്ക് പ്രിയമായിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് മാത്രമേ ദേവി വിധേയയാകുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് ഗീതയിലെ 11-ാമത്തെ അധ്യായത്തിലും പറയുന്നത്. ഭക്ത്യാ ശക്യമഹാമേവം വിധോർജുന ജ്ഞാതും ദൃഷ്ടും ച തത്തേന പ്രവേഷ്ടും ച പരന്തപ. ഹേ പരന്തപ, എന്നെ അറിയുവാനും കാണുവാനും അഭേദരൂപേണ പ്രവേശിക്കുവാനും അനന്യഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്. ഇനി 120-ാമത്തെ നാമം ഭക്തിവശ്യായൈ നമഃ. ഭക്തി കൊണ്ട് വശീകരിക്കപ്പെടേണ്ടവൾ എന്നാണ്. സർവതന്ത്ര സ്വതന്ത്രയാണ് ദേവി. അപ്പോൾ അപ്രകാരമുള്ള ദേവിയെ അപ്രകാരമുള്ള ദേവി ആർക്കെങ്കിലും വശകതയാവുന്നുണ്ടെങ്കിൽ അത് ഭക്തിക്ക് മാത്രമാണ് എന്ന് താല്പര്യം എന്നാണ്. ഇനി ഇവിടെ നേരത്തെ നമ്മൾ അനുസ്മരിച്ചു, നാരദ മഹർഷിയാണ് ഭക്തിസൂത്രം എഴുതിയെന്ന്. ആ നാരദ മഹർഷി ഭക്തിസൂത്രം എഴുതാനിടയായിട്ടുള്ളൊരു ചെറിയ കഥയുണ്ട് എന്നുള്ളതാണ്. ആ കഥയുടെ പശ്ചാത്തലം എങ്ങനെയാണ്? വിഷ്ണുവും നാരദനും തമ്മിൽ ഒരിക്കലും ഒരു സംഭാഷണം ഉണ്ടായെന്നാണ്. ഏറ്റവും വലുപ്പമുള്ള വസ്തു പ്രപഞ്ചത്തിൽ ഏതാണ് നാരദരെ എന്ന് മഹാവിഷ്ണു നാരദരോട് ചോദിച്ചു എന്നാണ്. അപ്പോൾ നാരദൻ അതിന് മറുപടി പറഞ്ഞു, ചോദിക്കാനുണ്ടോ ഭഗവാനെ, അത് ഭൂമിയല്ലേ എന്ന് നാരദൻ ചോദിച്ചു എന്നാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭൂമിയോ? ഭൂമി സമുദ്രത്തിലല്ലേ കിടക്കുന്നത്, അതിൽ 5/2 ഭാഗമല്ലേ കരയുള്ളൂ നാരദരെ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ അത് ശരിയാണല്ലോ. അപ്പോൾ നാരദൻ പറഞ്ഞു, ഭഗവാനെ സമുദ്രമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു. അപ്പോഴും മഹാവിഷ്ണു പറഞ്ഞു, അഗസ്ത്യൻ സമുദ്രത്തെ ഉള്ളംകൈയിലാക്കി ആചമിച്ചു എന്നല്ലേ പ്രസിദ്ധി നാരദരെ. അപ്പോൾ നാരദൻ ശരിയാണല്ലോ, അപ്പോൾ അഗസ്ത്യൻ തന്നെയാണ് ഏറ്റവും വലിയ ആള് എന്ന് നാരദൻ വീണ്ടും പറഞ്ഞു എന്നാണ്. അപ്പോൾ മഹാവിഷ്ണുവിന് മറുപടിയായിട്ട് പറഞ്ഞു, അങ്ങനെ പറയാമോ നാരദരെ? അഗസ്ത്യൻ ഒരു നക്ഷത്ര വ്യൂഹം അല്ലേ, അത് ആകാശത്തിൻ്റെ ഒരു കോണിലല്ലേ നിൽക്കുന്നത്, അപ്പോൾ അതെങ്ങനെ ഏറ്റവും വലുതാവും എന്ന് ചോദിച്ചപ്പോൾ നാരദൻ പറഞ്ഞു എന്നാണ്, ശരിയാണല്ലോ ഭഗവാനെ, എനിക്ക് തെറ്റിയതാണ്, ആകാശം തന്നെയാണ് ഏറ്റവും വലിപ്പമുള്ള വസ്തു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ മഹാവിഷ്ണു വീണ്ടും, അതെയോ, ഞാൻ ഭൂമിയും ആകാശവും പാതാളവും ഒരിക്കൽ 2 ചുവട് കൊണ്ട് അളന്നില്ലേ, നാരദർ ആ കഥയൊക്കെ മറന്നുപോയോ എന്ന് മഹാവിഷ്ണു ചോദിച്ചു എന്നാണ്.
അപ്പോൾ നാരദൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞു എന്നാണ്, എന്തിനാണ് ഭഗവാനെ എന്നെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കണത്? ഇതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ? ഭഗവാൻ തന്നെയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ അതിന് വീണ്ടും മഹാവിഷ്ണു പറഞ്ഞു എന്നാണ്, ഹേയ്, ഈ നാരദർക്ക് ഇത്രയ്ക്ക് അറിയില്ലേ? ഞാൻ ഭക്തൻ്റെ ഹൃദയത്തിലെ ഒരു തടവുകാരനല്ലേ? അപ്പോൾ ഭക്തൻ്റെ ഹൃദയമല്ലേ ഏറ്റവും വലുത്? ഇതാണ് ഭക്തിയുടെ ഏറ്റവും വലിപ്പം എന്നുള്ളത് നമ്മളെ വെളിവാക്കി തരികയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നാരദൻ ഭക്തിസൂത്രം എന്നുള്ള ഗ്രന്ഥം രചിച്ചത് തന്നെ എന്ന് പറയുന്നു. അപ്പോൾ ജ്ഞാന കർമ്മ രാജയോഗങ്ങളെക്കാൾ ഋജുവും സരളവുമാണ് ഭക്തിമാർഗം എന്നുള്ളതാണ്. അപ്പോൾ സ്വതന്ത്രയാണെങ്കിൽ കൂടി ദേവി ഭക്തിയാൽ ബന്ധിതയായിരിക്കുന്നു എന്ന് ഋഷിവചനമാണ്. ദേവിയെ നമുക്ക് കീഴ്പ്പെടുത്തണമെങ്കിൽ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും നമുക്കിവിടെ വെളിവാക്കി തരികയാണ്. ഇനി 121 നാമം ഓം ഭയാവഹായേ നമ. ഭയത്തെ അകറ്റുന്നവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. അപ്പോൾ രണ്ടാമതൊന്നുണ്ട് എന്നുള്ള ചിന്തയാണ് ഭയത്തിന് ഹേതു, അല്ലേ? ഉപനിഷത്ത് സാരസർവസ്വം കുറുക്കി 2 അക്ഷരത്തിൽ ആവശ്യപ്പെട്ടാൽ ഞാൻ പറയും അഭി എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അഭി എന്ന് പറഞ്ഞാൽ നീ ഭയപ്പെടരുത് എന്നാണ്. ഏറ്റവും വലിയ ഭയം മരണഭീതിയാണ്. ആ വലിയ ഭയത്തിൽ നിന്ന് മുക്തനാകാനാണ് ഭാരതീയ ആചാര്യന്മാർ ഈ മാർഗത്തെ ശുപാർശ ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിഭേദി കുതശ്ചന എന്ന് തൈത്തരീയോപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മാനന്ദത്തെ അറിഞ്ഞവൻ യാതൊന്നിനെയും ഭയപ്പെടുന്നില്ല. ബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള ദേവി എല്ലാ ഭയങ്ങളെയും ദൂരീകരിക്കുന്നു എന്ന് വായുപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അരണ്യേ പ്രാന്തരേവാവി ജലേവാവി സ്ഥലേപി വാ വ്യാഘ്ര കുംഭീര ചോരേഭ്യോ ഭയസ്ഥാനേ വിശേഷത ആദിഷ്വാവിജ സർവേഷു ദേവി നാമാനി കീർത്തയേ എന്നാണ്. അപ്പോൾ വനത്തിലാകട്ടെ, വിജനതയിലാകട്ടെ, ജലത്തിലാകട്ടെ, മറ്റേതെങ്കിലും സ്ഥലത്താകട്ടെ, കടുവ തുടങ്ങിയിട്ടുള്ള മൃഗങ്ങൾ, കള്ളന്മാർ, കൊള്ളക്കാർ തുടങ്ങിയവരുടെ ഭീതിജനകമായ ആവാസഭൂമി ഇവകളിൽ ഏതിലെങ്കിലും ആവട്ടെ, ഏത് സാഹചര്യത്തിലായാലും ഭയനിവാരണത്തിന് ദേവിയുടെ നാമജപം ധാരാളം മതിയാകും എന്നാണ് ഈ നേരത്തെ ഉദ്ധരിച്ച ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. യഥാചിത്തം തഥാ ജഗത് എന്നാണല്ലോ പ്രമാണം തന്നെ. അപ്പം മനസ്സ് നിറയെ ദേവിയായാൽ ആ മനസ്സിൽ പിന്നെ ഭീതിക്ക് എവിടെയാണ് സ്ഥാനം എന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാർ തന്നെ മതിയായ തെളിവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അവരെല്ലാം ആകുതോ ഭയന്മാരാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഒരു വിധത്തിലുള്ള ഭയങ്ങളും അവരെ ആരെയും അലട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ളത്. ഈ സർഗം നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും ആരംഭിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയേ നമ. ശ്രീ ലളിതാ ത്രിപുര സുന്ദര്യേ നമ. ഓം